ഹലോ, അപ്പം വന്നിരിക്കുന്ന ഒരുപാട് സിനിമാ വാർത്തകളായിട്ടാണ്. നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ഡിവിഷനിൽ. അപ്പം നമുക്ക് ആദ്യ സിനിമാ വാർത്തയിലോട്ട് തന്നെ പോകാം. നമ്മുടെ മഹാരാജ കോംബോ വീണ്ടും വരാൻ പോവുകയാണ്. മഹാരാജ എന്ന് പറഞ്ഞാൽ വിജയ് സേതുപതി സിനിമ നമുക്കറിയാം. ഇതിലെന്ന് പറഞ്ഞ ഡയറക്ടർ വീണ്ടും നമ്മുടെ വിജയ് സേതുപതി ആയിട്ടൊരു സിനിമേനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു സിനിമേന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു വമ്പൻ കോമ്പ് തിരിച്ചു വരുമെന്ന്. നമ്മുടെ നിവിൻ പോളിയുടെ താരം എന്ന് പറഞ്ഞ സിനിമ ഡ്രോപ്പ് ആക്കിയിട്ടില്ല. സിനിമ വരാൻ പോവുകയാണ്. സിനിമ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയുടെ ടീം കാത്തിരിക്കുകയാണ് നമ്മുടെ നിവിൻ പോളിന്റെ ആ ഒരു ഫിറ്റ്നസിനായിട്ട്, ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പൊ കാണാൻ സാധിക്കുന്ന സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി ജനറ ആണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിവിൻ പോളിന്റെ ഒരു സേഫ് ആയ ഒരു സോൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു റൊമാൻറ്റിക് കോമഡി ജനർ തന്നെയാണ്. എന്തായാലും വീണ്ടും താരം എന്ന് പറഞ്ഞ സിനിമയിലൂടെ സംഭവിക്കാൻ പോവുകയാണ്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന് ഇനിയും ഒരുപാട് വാർത്തകൾക്കായിട്ട്. നെസ്ലൻ ടക്കീറ്റ എന്ന് പറഞ്ഞ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നെസ്ലൻ മാത്രമല്ല സംഗീത് പ്രതാപും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് കാസ്റ്റ് ആയിട്ട്. വേറൊരു ലുക്കാണ് കാണാൻ പറ്റുന്നത് രണ്ടുപേരും. എന്തൊരു ടാറ്റോ കാണാൻ സാധിക്കും രണ്ടുപേരുടെ കയ്യിലായിട്ട്. പ്രേമലു 2 എന്തായാലും ഇപ്പൊ നിലവിൽ നടക്കാൻ പോകുന്നില്ല, ഷൂട്ടിംഗ് ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ റോന്ത് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ഫെസ്റ്റിവൽ സിനിമാസ് ഇപ്പോൾ ഒരു നമ്മുടെ ഷായ് കബീർ അതുപോലെ തന്നെ കുഞ്ചാക് ബോബൻ സിനിമ നിർമ്മിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് സിനിമേന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കുന്നത് ചെയ്യേണ്ടി വരും നമുക്ക്. എന്തായാലും ഫെസ്റ്റിവൽ സിനിമാസ് റോന്ത് എന്ന് പറഞ്ഞ ഗംഭീര സിനിമ നിർമ്മിച്ച പ്രൊഡക്ഷൻ കമ്പനി കൂടിയാണ് നമ്മുടെ ഷായ് കബീറിന്റെ. നമ്മുടെ അഖിൽ സത്യൻ നിവിൻ പോളി ചിത്രത്തിൽ നായികയായിട്ട് നമ്മുടെ റിയ ഷിബു വരുമെന്നൊരു കേൾക്കുന്നുണ്ട്. ഒരു ഹോട്ട് ബസ് ആണ്, നിലവിൽ കൺഫേം ആയിട്ടൊന്നുമില്ല. എന്തായാലും വരുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മഹേഷ് അണ്ണന്റെ ഏറ്റവും പുതിയ സിനിമയായ പാട്രോട്ട് എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. പേരൊക്കെ നമ്മുടെ ശ്രീലങ്കൻ ട്വിറ്റർ ഹാൻഡിലാണ് ലീക്ക് ആക്കിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കോമഡി, വലിയ സീക്രട്ട് ആക്കി വെച്ചതാണ്. എന്തായാലും ശ്രീലങ്കയിലെ ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കും. അടുത്ത ഷൂട്ട് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നതും ലാലേട്ടനായിട്ട്. നാലഞ്ച് ദിവസത്തെ ഷൂട്ട് കാണും ഇന്ത്യയില്. എന്തായാലും നമുക്ക് ആ ഒരു ഷൂട്ടിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. അതിനുശേഷമായിരിക്കും നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ബാബ എന്ന് പറഞ്ഞ ദിലീപേട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. ഒരു ലാസ്റ്റ് കുറച്ച് മിനിറ്റ് ഇൻട്രോ ആയിട്ട് വരും പുള്ളിക്കാരൻ. ജാനകി എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സുരേഷ് ഗോപിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് JSK എന്ന് പറഞ്ഞ സിനിമ. ടീസറൊക്കെ വലിയ രീതിയിൽ വമ്പൻ എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വക്കീൽ വേഷത്തിൽ വരുന്ന സുരേഷ് ഗോപി പടം 27-ന് പുറത്തിറങ്ങുന്നില്ല. സിനിമയുടെ റിലീസ് 27-ാം തീയതി മാറാൻ കാരണം വേറൊന്നുമല്ല, സെൻസർ ഇഷ്യൂസ് കാരണം തന്നെയാണ്. സിനിമ ഈ സെൻസർ ചെയ്ത് UA/A സർട്ടിഫിക്കറ്റ്, പക്ഷെ സിനിമ സെൻസർ ബോർഡ് അവകാശപ്പെടുന്നുണ്ട് ജാനകി എന്ന് പറഞ്ഞ പേര് മാറ്റണമെന്ന്. അതിന് പകരം വേറൊരു പേര് വെക്കണമെന്നാണ് സിനിമ സെൻസർ ബോർഡ് കൺഫേം ആക്കിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് JSK എന്ന് പറഞ്ഞ ഒരു പേര് മാറ്റുമോ ഇല്ലയോ എന്ന്. ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന കോഡ് ഡ്രാമ സിനിമ ആയിരിക്കും നമ്മുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് കേരള എന്ന് പറഞ്ഞ സിനിമ. ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. പടത്തിന് ഓൾമോസ്റ്റ് 30-40 ദിവസം ഷൂട്ടിംഗ് ഇനി ബാക്കിയുണ്ട്. ഓൾമോസ്റ്റ് 120 ദിവസത്തെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്ന സിനിമ ടീം ഒരു കോംപ്രമൈസും കാണിക്കുന്നില്ല സിനിമയുടെ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട്. മറ്റൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ജിത്തു ജോസഫിന്റെ ബിറാജ് എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ആസിഫ് അലിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. E4 എൻ്റർടൈൻമെന്റ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ ടീം ഒരുമാതിരി തന്തയില്ലാത്തരം കാണിക്കുകയാണ്. ഓരോ ദിവസം ഓരോ പോസ്റ്റർ ഇറക്കിയിട്ട് നാളെയാണെന്ന് പറയുന്നുണ്ട്. നാളെ വന്നില്ല. സുരേഷ് ഗോപിന്റെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സിനിമ അടുത്ത വർഷം ഏപ്രിൽ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സുരേഷ് ഗോപിന്റെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കായിട്ട്. നമ്മുടെ ദിലീപേട്ടന്റെ ഒരു മേജർ ആയ ഒരു അപ്ഡേറ്റ് ഈ വരുന്ന ജൂലൈ 4-ാം തീയതി വരുമെന്ന സിനിമ ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ബാബാബ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മുടെ ലാലേട്ടന്റെ ഭാഗം തന്നെയാണ്. ജൂലൈ അത് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഡബിംഗ് ഒക്കെ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബാബ എന്ന് പറഞ്ഞ നമ്മുടെ ദിലീപേട്ടൻ സിനിമേന്റെ വി ശ്രീനിവാസൻ അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ ദിലീപ് ഒക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ ലാലേട്ടൻ ഒരു കേമിയ റോൾ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. ആടിന്റെ 3-ാം ഭാഗമായ ആട് 3 എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 80-90 ദിവസം ഷൂട്ടിംഗ് ആണ് ഇനി ബാക്കിയുള്ളത്. പുതിയ ക്യാരക്ടേഴ്സും ഈ സിനിമയിൽ വരാൻ ചാൻസ് കാണുന്നുണ്ട് ഈ ഒരു ഫ്രാഞ്ചൈസില്. ഈ വർഷം ക്രിസ്മസ് റിലീസാണ് സിനിമ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഫാന്റസി ഫൺ റൈഡ് തന്നെയായിരിക്കും ആട് എന്ന് പറഞ്ഞ സിനിമയുടെ 3-ാം ഭാഗം. കാത്തിരിക്കാൻ നമുക്ക് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മറ്റൊരു കിഡ്ലൻ സിനിമയ്ക്കായിട്ട്. നമ്മുടെ ദുൽഖർ സൽമാന്റെ സിനിമാറ്റിക് യൂണിവേഴ്സൽ സിനിമയാണ് ലോക എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ തിയേറ്ററിക്കൽ അഗ്രിമെന്റ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. പ്രൊമോ മെറ്റീരിയൽസ് ഒക്കെ ഓരോ തിയേറ്ററുകളും എത്തിയിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോസ് ലഭിച്ചിട്ടുണ്ട് തിയേറ്ററുകളിൽ എത്തിയത്. വേൾഡ് വൈഡ് റിലീസ് ഒക്കെ ഓഗസ്റ്റ് 28-ാം തീയതിയാണ്. ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സത്യനന്ദിക്കാട് ലാലടൻ സിനിമയുടെ ഒരു ക്ലാഷ് റിലീസിനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് ലോക എന്ന് പറഞ്ഞ സിനിമ.
അടുത്ത അപ്ഡേറ്റ് നമ്മുടെ തലപതിന്റെ പിറന്നാൾ ദിനമായിട്ട് തലപതിന്റെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് കറക്റ്റ് 12 മണിക്ക് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സിനിമയുടെ അപ്ഡേറ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അതുപോലെ ട്വിറ്റർ അക്കൗണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും. നമുക്കൊരു ഗ്ലിംസ് വീഡിയോ നമ്മുടെ എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. അതിനടുത്താണ് ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത വർഷം പൊങ്കലിലാണ് സിനിമ 9-ാം തീയതി റിലീസ് പ്ലാൻ ചെയ്യുന്നത്, ജാനുവരി. ടീസർ നോക്കുകയാണെങ്കിൽ വളരെയധികം എന്താ പറയാ, നമ്മുടെ തലപതിന് നല്ല ഫ്രെയിംസ്, അതുപോലെ തന്നെ ഒരു തെറി വൈബ് ലഭിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം പോലീസ് വേഷത്തിലാണ് പുള്ളിക്കാരൻ വരാൻ പോകുന്നത്. സ്റ്റൈലിഷ് ആയി ലുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു എനർജറ്റിക് ആയ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും കാണാൻ സാധിച്ചില്ല. വളരെ ക്ലാസി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ അനിരുദ്ധിന്റെ ഒരുപാട് സിനിമയിലെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ റിമിക്സ് ചെയ്ത പോലെയാണ് ഈ ഒരു പടത്തിൽ പുള്ളിക്കാരൻ ചെയ്തത്. ലാസ്റ്റ് റിയൂണിയൻ ഒക്കെ ആവുമ്പോൾ ഒരു കിടിലൻ കംബാക്ക് ആണ് പ്രതീക്ഷിച്ചത് പുള്ളി തലപതി കോംബോ. പക്ഷെ വളരെയധികം ഡിസപ്പോയിന്റ്മെന്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ BGM നോക്കുകയാണെങ്കിൽ ഇതില്. എന്തായാലും തിയേറ്ററുകളിലെ സിനിമയിൽ വലിയ രീതിയിൽ BGM ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കണം, സായി ബംഗ്ര പോലത്തെ ആർട്ടിസ്റ്റിനൊക്കെ. സൂര്യന്റെ 45-ാമത്തെ സിനിമ ഒരു പക്ക മാസ് കൊമേഴ്ഷ്യൽ സിനിമയായിരിക്കും. കറുപ്പ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്, കറുപ്പു എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ സൂര്യ സിനിമയിൽ ലോയർ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അത് മാത്രമല്ല സിനിമ ഒരു റൂറൽ ഏരിയയിൽ നടക്കുന്ന, ഉൾഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു മാസ് ആക്ഷൻ സിനിമ ആയിരിക്കും. അതും കൊമേഴ്ഷ്യലായ എലിമെന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കിഡിലൻ സ്ട്രോങ് കണ്ടന്റ് ആണ്. ഈ വർഷം ദിവാലി റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് സിനിമ റിലീസിനായിട്ട്. ഒരു രാത്രിയൊക്കെയാണ് പടത്തിന്റെ കഥ ഒക്കെ നടക്കുന്നതെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്, കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാത്തിരിക്കും നമുക്ക് സൂര്യന്റെ ഒരു മാരകമായ കംബാക്ക് ഈ ഒരു സിനിമയിലൂടെ വരുമെന്ന്. റിട്രോ സിനിമ സത്യം പറഞ്ഞാൽ എനിക്കൊരു കംബാക്ക് ആയിട്ട് തോന്നിയില്ല. കാരണം കണ്ടിരിക്കുക പുള്ളീന്റെ കഴിഞ്ഞിറങ്ങിയ സിനിമകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സൂര്യന്റെ ഒരു കൊലമാസ് ഐറ്റം വരാൻ പോവുകയാണ്. നമ്മൾ വിചാരിച്ചൊരു ഈ സിനിമ നടക്കത്തില്ലെന്നാണ്, പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് നടക്കാൻ പോകുന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. സൂര്യന്റെ പിറന്നാൾ ദിനത്തിന്റെ അന്നാണ് ഈ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഒഫീഷ്യലായിട്ട്. നമ്മുടെ ജിത്തു മാധവനായ നമ്മുടെ ആവേശം സിനിമയിൽ സംവിധായകനും അതുപോലെ തന്നെ നമ്മുടെ സൂര്യ അണ്ണനും കൂടി ചേർന്ന കോംബോ എങ്ങനെ ഉണ്ടാവും മക്കളെ. നമ്മുടെ കലിപ്പത്ത് പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമ്മുടെ സൂര്യന്റെ പിറന്നാൾ ദിനത്തിന്റെ അന്നായിരിക്കും വരാൻ പോകുന്നത്. ഒരു ഒഫീഷ്യലായ തമിഴ് മീഡിയന്റെ അടിസ്ഥാനമായിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ്. ചിലപ്പോൾ റൂമർ ആവാനും ചാൻസ് ഉണ്ട്, പക്ഷെ നല്ല എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഫാൻസിന്റെ ഇടയില്. ഏറ്റവും അധികം ഓഡിയൻസ് കാത്തിരിക്കുന്ന മലയാളത്തിലെ ഹൈ പൊട്ടൻഷ്യൽ ഐറ്റം തന്നെയായിരിക്കും ദൃശ്യം സിനിമയുടെ ഫ്രാഞ്ചൈസിലെ 3-ാമത്തെ ഭാഗം. സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ് ഈ വരുന്ന ഒക്ടോബർ മാസം 2025. ലാലേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ജിത്തു ജോസഫ് കോംബോ നമുക്ക് എല്ലാവർക്കും അറിയാം. ആശീർവാദ് സിനിമാസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ നിർമ്മാതാവ് ആശീർവാദ് സിനിമാസ് യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുകയാണ് ദൃശ്യം സിനിമയുടെ 3-ാം ഭാഗത്തിന്റെ. അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യം സിനിമയുടെ ഹിന്ദി പകർപ്പും ഇതുപോലെ തന്നെ ഒക്ടോബറിൽ തന്നെയാണ് ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വർഷം ഒക്ടോബർ 2-ന് പടം റിലീസും ചെയ്യും. ഈ സിനിമയുടെ മലയാളം പകർപ്പ് ആദ്യം തിയേറ്റർ റിലീസിന് വരും. സിനിമ അതിനുശേഷമായിരിക്കും ഹിന്ദി പകർപ്പ് ഒക്ടോബറിന് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും മലയാള പകർപ്പ് ഈദ് പ്രമാണിച്ചായിരിക്കും തിയേറ്റർ റിലീസ് വരാൻ പോകുന്നത്. കൂടുതൽ സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.